ഹലോ വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. ഇന്ന് നമ്മൾ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ടാർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചോക്ലേറ്റ് ഫില്ല് ചെയ്തുകൊണ്ടൊരു ടാർട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബേസ് പ്രിപ്പയർ ചെയ്യാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ ചേർക്കുക, പിന്നെ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. അപ്പം ബട്ടറിൻ്റെ ഒപ്പം വേഗം അത് മിക്സായി കിട്ടും. ബട്ടർ അൺസോൾട്ടഡ് ചേർക്കാൻ വേണ്ടി നോക്കണം. ഒരു 5-6 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ മഞ്ഞക്കരു ചേർത്ത് കൊടുക്കാം. ഒരെണ്ണ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ആ മണം ഒന്നും അറിയാണ്ടിരിക്കാനായിട്ട് വാനില എസൻസും കൂടി ചേർത്ത് മൈദയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇത്ര ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ടാർട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കൈവച്ച് കുഴക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് കുറേ സമയത്ത് നന്നായിട്ട് കുഴച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കട്ടിയുള്ളൊരു ഡൗ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പാലോ വെള്ളമോ അങ്ങനത്തെ ഒന്നും ചേർക്കാൻ പാടില്ല. ആ മുട്ടയുടെയും വെണ്ണയുടെയൊക്കെ ആ ഒരു ഈർപ്പത്തിൽ അത് നന്നായിട്ട് കുഴഞ്ഞു വരും. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ഇതുപോലൊരു മാവ് കിട്ടും. ഇത് നമുക്ക് ഒരു പ്ലാസ്റ്റിക് റാപ്പിൽ പൊതിഞ്ഞെടുക്കാം. ഇതിൽ നന്നായിട്ട് പൊതിഞ്ഞിട്ട് നമുക്ക് ഫ്രീസറിൽ അരമണിക്കൂർ വെക്കണം. കുറച്ച് ടൈറ്റ് ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഫ്രീസറിൽ ഒരു 30 മിനിറ്റ് വെച്ചാൽ മതി, കൂടുതൽ വെക്കണ്ട. 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് എടുത്തു നോക്കാം. ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ ഇത് ഇത്തിരി കട്ടിയായിരിക്കും, എന്നാലും കുഴപ്പമില്ല. അത് 2 സെക്കൻഡ് ഒന്ന് പുറത്ത് വെച്ചാൽ മതി, അപ്പോൾ ശരിയായിക്കോളും. ഇത് നന്നായിട്ട് പൊടിഞ്ഞ് വരുന്ന പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ശരിയാവും. ഇനി ഇതുപോലത്തെ ഒരു മൗൾഡോ അല്ലാന്നുണ്ടെങ്കിൽ കപ്പ് കേക്കിൻ്റെ ട്രേ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്ന അലൂമിനിയം ഫോയിലിൻ്റെ ഒരു കുഞ്ഞു പാത്രമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഓവനിൽ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആയിരിക്കണം എടുക്കുന്നത്. പിന്നെ മൗൾഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഷേപ്പിനൊക്കെ കിട്ടും. പല പല ഷേപ്പിലുള്ള മൗൾഡൊക്കെ നമുക്കിപ്പോൾ കിട്ടും. അപ്പോൾ അതിലൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഞാൻ ചെയ്തു വന്നപ്പോൾ വലിയ ഷേപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ സമയമൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഷേപ്പിനൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫോർക്ക് വെച്ചൊന്ന് കുത്തിയെടുക്കണം. അത് കഴിഞ്ഞ് ഇതൊന്ന് ഫ്രീസറിൽ 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഓവനിലേക്ക് മാറ്റാം. അപ്പോൾ 170 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് വേണം വെക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ടാർട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഇത് വരും. നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റിന് വന്നിട്ടുണ്ട്. ഇതാണ് എല്ലാ ടാർട്ടിൻ്റെയും ബേസ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ വേറെ ഫില്ലിങ് വെച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിൽ കൊക്കോ പൗഡർ 1/2 കപ്പും പിന്നെ പഞ്ചസാര നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മൈദയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഈ ബട്ടർ മെൽറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ടൊന്ന് നുറുക്കി വെച്ച കശുവണ്ടിയും ബദാമും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു ചെറിയ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് വറുത്ത് മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ഫ്രൈ ആക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോവും. ഇനി ആ സെയിം പാനിൽ തന്നെ കുറച്ചുകൂടി ബട്ടർ ഇടണം. ആ ബട്ടർ മെൽറ്റായിട്ടൊന്ന് വരുമ്പോഴത്തേക്കും 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഈ പാലിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടി വെച്ചേക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ പൊടികളൊക്കെ കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അധികം കട്ടയാവാണ്ട് നോക്കണം. അരിച്ച് വേണമെങ്കിലും ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഇതിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചൊന്നും കട്ടയായിട്ട് വന്നു. അപ്പോൾ ഞാൻ 1/2 കപ്പ് പാലും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പാൽ വേണമെങ്കിലും ചേർക്കാം. നമ്മുടെ ഇഷ്ടത്തിന് അത് ലൂസാക്കി എടുക്കാവുന്നേ ഉള്ളൂ.
ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നമ്മൾ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂം ആൽമണ്ടും ഒന്ന് ഇട്ട് കൊടുത്തേക്കുക. ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുകൊണ്ട് അതൊന്നും ചെറുതായിട്ട് മിസ്സായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ച് അഹങ്കാരത്തിന് വേണ്ടി കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ചോക്ലേറ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് കട്ടയായിട്ട് പോവും. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച ടാർട്ടിൻ്റെ അകത്തേക്ക് നമുക്ക് എന്ത് ഫില്ലിങ് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ടൂട്ടി ഫ്രൂട്ടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നന്നായിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ആ ചോക്ലേറ്റിൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാമെന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടി ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഈ ഫില്ലിങ്ങിൽ ചോക്ലേറ്റിന് വരെ നമുക്ക് എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം, ഫ്രൂട്ട്സോ എങ്ങനത്തെ വേണമെങ്കിലും ചെയ്തു നോക്കാം. അപ്പോൾ ഒരു നോക്കാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.